ഹലോ ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ കാലം KP കേശവമേനോൻ്റേതാണ്. കൊഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടേതാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ G ശങ്കരക്കുറുപ്പാണ്. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. 1936 നവംബർ 12. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. 1905. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ്റെ. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ്റെ. 1959 വിമോചന സമരം നടന്നത്. വിമോചന സമരം നടന്ന വർഷം 1959. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KP കേശവമേനോനാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് GP പിള്ളയാണ്. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ GP പിള്ള. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ GP പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തിയാണ്. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ച ഭാഷ ഏതാണ്? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്കാണ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? മിനുക്കുവേഷമാണ്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44
ഭേദഗതിയാണ് ഏത് വർഷമാണ്? 1978 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. 1978 44 ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏകീകൃത സിവിൽ കോഡാണ്. നിർദ്ദേശക തത്വങ്ങളിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 44. ഭരണഘടനയിലെ 44 ആർട്ടിക്കിളാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.